ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ഇന്ന്. ബിജെപി, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി നേർക്കുനേർ മത്സരിക്കുന്ന ഡൽഹിയിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. 70 മണ്ഡലങ്ങളിലേക്ക് ഡൽഹിയിൽ ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി ശ്രമിക്കുമ്പോൾ ഒരു അട്ടിമറിയാണ് കോൺഗ്രസും ബിജെപിയും ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എംപി, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ അണിനിരന്ന വാശിയേറിയ പ്രചാരണത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആസൂത്രണത്തിലും ബിജെപിയുടെ ചിട്ടയായ പ്രചാരണം വിഐപി മണ്ഡലങ്ങളിലടക്കം ഫലം പ്രവചനാതീതമാക്കിയിരിക്കുകയാണ്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പ്രചാരണത്തിനിറക്കി ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള വാശിയേറിയ പ്രചാരണമാണ് പാർട്ടി നടത്തിയത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉൾപ്പെടെയുള്ളവർ ബിജെപിക്കായി പ്രചാരണത്തിനെത്തി. യമുന നദിയിലെ വിഷംകലക്കലുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പരാമർശം ബിജെപിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള പ്രചാരണ ആയുധമാക്കി. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ബിജെപിയും കോൺഗ്രസും അട്ടിമറി വിജയവും ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മിയും ശ്രമിക്കുമ്പോൾ ഫലം വരാൻ വോട്ടെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.